സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. പരസ്യപ്രചാരണം അവസാനിക്കാനിരിക്കെ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടത്തിൽ അവസാന ലാപ്പിൽ മേൽക്കൈ നേടാനുള്ള ഓട്ടത്തിലാണ് മുന്നണികൾ. ചൊവ്വാഴ്ച കേരളം വിധിയെഴുതും. പര്യടനങ്ങളെല്ലാം സ്ഥാനാർത്ഥികൾ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. ചില കുടുംബയോഗങ്ങൾ, പൊതുയോഗങ്ങൾ എന്നിവയാണ് ബാക്കിയുള്ളത്. ഞായറാഴ്ച കുട്ടിക്കലാശം എന്നിരിക്കെ പ്രചാരണത്തിലെ മേൽക്കോയ്മാർക്കെന്ന പ്രവചനം നിലവിൽ അസാധ്യം. പൊതുയോഗങ്ങളിലൂടെ അവസാനഘട്ടത്തിൽ കളം പിടിക്കാനാണ് LDF ശ്രമം. സംസ്ഥാനത്തെമ്പാടും ബൂത്തുകൾ കേന്ദ്രീകരിച്ച് 2000-ഓളം ചെറു പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് മുന്നണി ഒരുങ്ങുന്നത്. കുട്ടിക്കലാശ ദിനം റോഡ് ഷോയും ഉണ്ടാകും. ബൂത്ത് അടിസ്ഥാനത്തിൽ കുടുംബയോഗങ്ങൾ നടത്തി UDFും കലാശ പോരാട്ടത്തിന് സജ്ജമായി കഴിഞ്ഞു. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും നാളെ തീരമേഖലകളിൽ റോഡ് ഷോ നടത്തും. ഇന്നത്തെ പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് സന്ദർശനവും നേട്ടമാകുമെന്ന വിശ്വാസവുമുണ്ട്. ചിട്ടയായ ഗൃഹസന്ദർശനം വഴി പ്രചാരണത്തിലെ പോരായ്മകൾ നികത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് NDAയുടെ വിലയിരുത്തൽ. ദേശീയ നേതാക്കളെ പ്രചാരണത്തിനെത്തിക്കാനായത് UDFും NDAയ്ക്കും ഒരുപോലെ നേട്ടമായി. രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തിലൂടെ പ്രചാരണത്തിൽ ഓളമുണ്ടാക്കാനായെന്ന പ്രതീക്ഷയിലാണ് UDF നേതൃത്വം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ കേരള പര്യടനം NDA ക്യാമ്പിന് നൽകിയ ആത്മവിശ്വാസവും ചെറുതല്ല. വിഷയങ്ങൾ മാറിമറിഞ്ഞെങ്കിലും ശബരിമലയാണ് അവസാനഘട്ടത്തിലും പ്രചാരണത്തിന്റെ കേന്ദ്രബിന്ദു. ആചാരലംഘനം UDFും NDAയും സജീവമായി ഉയർത്തുമ്പോൾ വർഗീയ വിരുദ്ധ പ്രചാരണത്തിലൂന്നുകയാണ് ഇടതുമുന്നണി. 43 ദിവസത്തെ പ്രചാരണം അവസാനിപ്പിച്ച് ചൊവ്വാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് കടക്കും. മീഡിയ 1 തിരുവനന്തപുരം.